യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 56 സങ്കീർത്തനം 7 വാക്യം. നീതികേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ? ദൈവമേ, നിന്റെ കോപത്തിൽ ജാതികളെ തള്ളിയിടണമേ. ദാവീദ് തന്നെ ഉപദ്രവിക്കുന്നവരെയും അനീതിയായി പ്രവർത്തിക്കുന്നവരെയും കുറിച്ച് ദൈവത്തോട് പരാതി പറയുന്നു. മനുഷ്യരുടെ നീതികേട് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകുകയില്ല. ദൈവം നീതികേട് കാണുന്നവനാണ്. മനുഷ്യർ കാണാതെ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ദൈവം കാണുന്നു. അനീതി ചെയ്യുന്നവർ കുറച്ചു കാലത്തേക്ക് വിജയിക്കുന്നത് പോലെ തോന്നിയാലും ദൈവത്തിൻ്റെ നീതിയിൽ നിന്ന് ആരും ഒഴിഞ്ഞു പോകുകയില്ല. നീതികേട് ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുകയില്ല. ദാവീദ് ചോദിക്കുന്നത് അവർ ഒഴിഞ്ഞു പോകുമോ എന്നാണ്. പാപവും അനീതിയും മറച്ചുവെച്ചാൽ അതിൻ്റെ ഫലത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്നതാണ്. പ്രതികാരം ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. ദാവീദ് തൻ്റെ കൈകൊണ്ട് പ്രതികാരം ചെയ്യുന്നതിന് പകരം ദൈവത്തിൻ്റെ മുൻപിൽ സകലതും കൊണ്ടുവരുന്നു. നമ്മുടെ ജീവിതത്തിലും അനീതി നേരിടുമ്പോൾ കോപത്തിലും പ്രതികാരത്തിലും വീഴാതെ ദൈവത്തിൻ്റെ നീതിയിൽ ആശ്രയിക്കണം. ദൈവത്തിൻ്റെ കോപം വിശുദ്ധമായ നീതിയാണ്. ദൈവം കോപിക്കുന്നത് മനുഷ്യൻ്റെ സ്വാർത്ഥ കോപം പോലെയല്ല. ദൈവത്തിൻ്റെ കോപം പാപത്തിനും അനീതിക്കും എതിരായ വിശുദ്ധമായ നീതിയാണ്. അതുകൊണ്ട് ഇന്നത്തെ വചനം നമ്മെ മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുവാനല്ല, ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വസിക്കുവാൻ പഠിപ്പിക്കുന്നു. പ്രിയരെ, ഇന്ന് നമ്മോട് അനീതി ചെയ്തവരുണ്ടാകാം, നമ്മെ വേദനിപ്പിച്ചവരുണ്ടാകും, നമ്മെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തിയവരുമുണ്ടാകാം. എന്നാൽ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. ദൈവം കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. അവൻ നീതി നടത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദാവീദിനെ പോലെ നമുക്കും പറയാം, കർത്താവേ, എൻ്റെ കാര്യങ്ങൾ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അനീതിക്ക് പ്രതികാരം ചെയ്യാതെ നിൻ്റെ നീതിയിൽ ഞാൻ ആശ്രയിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, അനീതിയുടെ മധ്യത്തിൽ അങ്ങയുടെ നീതിയിൽ വിശ്വസിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.